പ്രൈസലോ കർത്താവിന്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്തു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വലിയേറെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്ത് ദൈവത്തെ ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം എന്റെ 38-ാമത്തെ വാക്യം. നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ദൈവം അവനോടുകൂടെ ഇരുന്നതുകൊണ്ട് അവൻ നന്മ ചെയ്തു പിശാചു ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. പ്രൈസ്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്താണ് വായിച്ചത്. നമ്മൾ ചിന്തിക്കുന്ന വചനം എന്ന് പറയുന്നത് നസ്രായനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു എന്നുള്ളതാണ്. പ്രൈസ്. പിശാചുക്കളെ തുരത്തുന്ന ശുശ്രൂഷയിൽ, പിശാചുക്കളെ വിരട്ടി ഓടിക്കുന്ന ശുശ്രൂഷയിൽ അന്നും ഇന്നും കർത്താവിന്റെ വചനം വളരെ ശക്തിയോടെ നിൽക്കുകയാണ്. ദൈവവചനത്തിന് മുമ്പിൽ സാത്താന് നിൽക്കാൻ പറ്റത്തില്ല. സാത്താന് ശക്തികൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. ദൈവവചനത്തിന് മുമ്പിൽ ഒരു അല്ലെങ്കിൽ പൈശാചിക ശക്തിക്ക് ഉറച്ചു നിൽക്കാൻ കഴിയത്തില്ല. ദൈവവചന ശക്തിയും ബലവും, ദൈവവചനം അതിന്റെ അത്ഭുതങ്ങളെ ചെയ്യും. അല്ലേരിയ പിശാചുകളെ തുരത്തുന്ന ശുശ്രൂഷയിൽ നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതുപോലെ നാം ഓരോരുത്തരും പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകത്തിൽ നിറയപ്പെടണം. പരിശുദ്ധാത്മാവിൽ നിന്നും അധികാരത്തെയും ശക്തിയും പ്രാപിക്കുന്നെങ്കിൽ മാത്രമേ കെട്ടി നിന്നതും യഹോവയുടെ ശ്വാസം തള്ളിപ്പായിക്കുന്നതുമായ നദി പോലെ അവൻ വരുമെന്ന് പറഞ്ഞ പോലെ ഈ ലോകം അന്ധകാരത്തിന്റെ കയ്യിലാണ്, സാത്താന്റെ കയ്യിലാണ്. അതുകൊണ്ട് ദൈവിക ശ്വാസം നമ്മളിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിന്റെ തന്ത്രങ്ങളെ നമുക്ക് തുരത്തി ഓടിക്കാൻ കഴിയുള്ളൂ. പ്രൈസ്. കർത്താവിന്റെ ശ്വാസം നമ്മുടെ മേൽ വേണം. ദൈവത്തിന്റെ ശ്വാസം എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ വചനമാണ്, ദൈവത്തിന്റെ ആത്മാവാണ്. കർത്താവിന്റെ ആത്മാവിനാൽ നിറയപ്പെടാത്തടത്തോളം കാലം നമുക്ക് പരിശുദ്ധാത്മ നിറയപ്പെടാത്തടത്തോളം കാലം സാത്താനെ തുരത്തി ഓടിക്കാൻ കഴിയത്തില്ല. അതാണ് പല ശുശ്രൂഷകളും നമ്മൾ കാണുന്നത്. പല ശുശ്രൂഷകളിലും സാത്താന്റെ തന്ത്രങ്ങൾ വെളിപ്പെട്ട് പല ശുശ്രൂഷയിൽ സാത്താൻ ഇളകും, പിശാചിളകും, ഭൂതമിളകും. പക്ഷെ അതിനെ തുരത്തി ഓടിക്കുവാൻ പലർക്കും കഴിയുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആ മനുഷ്യന്റെ ഉള്ളിൽ കെട്ടി നിൽക്കുന്ന, ആ മനുഷ്യന്റെ ഉള്ളിൽ പൈശാചികമായി വ്യാപരിച്ചു നിൽക്കുന്ന ആ അന്ധകാരത്തിന്റെ ശക്തിയെ ആട്ടി ഓടിക്കണമെങ്കിൽ കർത്താവിന്റെ ശ്വാസം നമ്മളിലേക്ക് വരണം. അതാണ് പ്രവാചകൻ പറയുന്നത്. പ്രൈസ്. ഇതൊരു വല്ലാത്ത കാലഘട്ടമാണ്, ഒരു വല്ലാത്ത അന്തരീക്ഷമാണ്. സകല ജനത്തെയും പിശാച് ഞെരുക്കിക്കൊണ്ടിരിക്കുക. എല്ലാവരുടെ പേരും സാത്താനാണ് ആധിപത്യം. സർവ്വലോകവും ദുഷ്ടന്റെ അധീനത്തിൽ കിടക്കുന്നു എന്നാണ് 1 യോഹന്നാൻ 5:19. അപ്പൊ സർവ്വലോകത്തിന്റെ അധിപനായി അവൻ വാണുകൊണ്ടിരിക്കുക. സകല കുടുംബത്തിന്മേലും അവൻ കത്രത്ത് നടത്തുക, സകല വ്യക്തികളുടെ മേലും അവൻ കത്രത്ത് നടത്തുക, സകലത്തെ അവന്റെ കാൽക്കീഴാക്കാൻ ശ്രമിക്കുക. പക്ഷെ അതിന് കഴിയാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ യഹോവയുടെ ശ്വാസത്താൽ നിറയപ്പെട്ട് നിൽക്കുന്ന, അഥവാ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറയപ്പെട്ട് നിൽക്കുന്ന ഒരു കൂട്ടം ജനം ഈ ഭൂമിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതുകൊണ്ടും ഉപവസിക്കുന്നതുകൊണ്ടും ദൈവവചനത്തിൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടും സാത്താന്റെ തന്റെ ആധിപത്യം ഉറപ്പിക്കാൻ കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര, വചനവും വചനത്തിന്റെ ശക്തിയും ആത്മാവിന്റെ പ്രവൃത്തി നിന്റെ ഉള്ളിലുണ്ടെങ്കിൽ സാത്താൻ നിന്റെ 7 അയലക്കകത്ത് അടുക്കത്തില്ല. അല്ലെങ്കിൽ നിന്നെ ഇങ്ങനെ സാത്താൻ ഇങ്ങനെ ഗോതമ്പ് പാറ്റുന്നത് പോലെ പാറ്റിക്കൊണ്ടിരിക്കും. പ്രൈസലോ. ഇവിടെ നാം പരിശുദ്ധാത്മാവ് നിറയപ്പെടണം. പിതാവായി ദൈവം തന്റെ പുത്രനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ച് തന്റെ പരശുശ്രൂഷയുടെ സമയങ്ങളിൽ സാത്താന് യേശുവിന്റെ മുമ്പിൽ നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ സാത്താനെ തുരത്തി ഓടിക്കാൻ കഴിയുന്ന പരിശുദ്ധാത്മാവിന്റെ ശക്തിയും ബലവും യേശുക്രിസ്തുവിനുണ്ടായിരുന്നു. അതാണ് ഇവിടെ പത്രോസ് കൊർന്നലിയോസിന്റെ ഭവനത്തിൽ ദൈവവചനം പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത്. നാം വായിച്ച വചനം പത്രോസ് കൊർന്നലിയോസിന്റെ ഭവനത്തിലെ ശുശ്രൂഷയാണ്.
അപ്പോസ്തലപ്രവൃത്തി 10-34 തൊട്ട് വായിക്കുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ പത്രോസ് വായി തുറന്ന് പറഞ്ഞു തുടങ്ങിയത്, ദൈവത്തിന് മുഖപക്ഷമില്ല എന്നും ഏത് ജാതിയിലും അവനെ ഭയപ്പെട്ട് നീതി പ്രവർത്തിക്കുന്നവനെ അവൻ അംഗീകരിക്കുന്നു എന്നും ഞാൻ ഇപ്പോൾ അറിയുന്നു, യഥാർത്ഥമായി ഗ്രഹിക്കുന്നു. അവൻ എല്ലാവരുടെയും കർത്താവായ യേശുക്രിസ്തു മൂലം സമാധാനം സുവിശേഷിച്ചുകൊണ്ട് ഇസ്രായേൽ മക്കൾക്ക് ഹല്ലേലൂയ അയച്ച വചനം യോഹന്നാൻ ഹല്ലേലൂയ പ്രസംഗിച്ച സ്നാനത്തിന് ശേഷം എന്നാ പറയുന്നത്. എന്നിട്ട് പറയുന്നത്, ഗലീലയിൽ തുടങ്ങി യഹൂദയിൽ ഒക്കെയും ഉണ്ടായ വർത്തമാനം എന്താണ്? യഹൂദയിൽ തുടങ്ങി ഗലീലയിലൊക്കെ ഉണ്ടായ വർത്തമാനം എന്താണ്? ആ വർത്തമാനത്തിന്റെ വാക്കാണ് വായിച്ചത്. നസറേനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തു. ഇന്ന് ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ശ്രോതാവി, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഞാൻ എന്നോട് പറയട്ടെ, നിന്നെ തകർക്കുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്നെ ഉടച്ചു മാറ്റുവാൻ, നിന്റെ ജീവിതത്തെ തന്നെ തകർക്കുവാൻ സാത്താൻ നിന്നെ ഒരു പന്ത് പോലെ ഇട്ട് തട്ടുവാൻ ആഗ്രഹിക്കുന്ന ചില സന്ദർഭങ്ങളുണ്ട്. അവിടെ നീ അവനെ തോൽപ്പിക്കണം. സാത്താന് മുമ്പിൽ നീ തോക്കരുത്, നിന്റെ മുമ്പിൽ സാത്താൻ തോക്കണം. നിന്റെ മുമ്പിൽ സാത്താൻ പരാജയപ്പെടണമെങ്കിൽ യേശുവിനെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്ത് ദൈവത്തിന്റെ ആത്മാവിൽ യേശു നിറയപ്പെട്ടതുപോലെ നീ കർത്താവായ യേശുക്രിസ്തു നിറയപ്പെടണം. നിന്നെ തകർക്കുവാൻ, നിന്നെ ഉടയ്ക്കുവാൻ, നിന്നെ ഇല്ലായ്മ ചെയ്യുവാൻ, നിന്റെ ഭാവിയെ തകർക്കുവാൻ, നിന്നെ നിർമൂലനാശം ചെയ്യുവാൻ സാത്താൻ മനുഷ്യരൂപത്തിൽ നിന്റെ അരിയിലേക്ക് വരും. സാത്താൻ വരുന്ന മനുഷ്യരൂപത്തിലാണ് കേട്ടോ. അതൊരു പക്ഷേ നിന്റെ സഹോദരനായിരിക്കാം, നിന്റെ ബന്ധുവായിരിക്കാം, നിന്റെ ഭർത്താവായിരിക്കാം, നിന്റെ ഭാര്യയായിരിക്കാം, നിന്റെ മക്കളിലൂടെ ആയിരിക്കും, നിന്റെ അയൽവാസികളിലൂടെ ആയിരിക്കാം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതിന് ചങ്കെന്ന് പറയുന്നവരാരെങ്കിലും ആകാം നിനക്കെതിരെ തന്ത്രങ്ങൾ മെനയുന്നത്. പ്രൈസലോ. ഒരുപക്ഷെ നിനക്കത് മനസ്സിലാകണമെന്നില്ല. പക്ഷേ നീ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും നിറയപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ നിന്നെ തകർക്കുവാൻ ഈ ഉലകത്തിലാക്കാൻ കഴിയില്ല. പ്രൈസലോ. നാം ദൈവത്തിന്റെ വചനത്തെ നമ്മുടെ ഹൃദയത്തിനകത്ത് സ്വീകരിക്കണം. ഇരുമ്പിൽ താണി കൊണ്ട് നിന്റെ ഹൃദയത്തിനകത്ത് വചനം എഴുതി ചേർക്കണം. വചനത്തിൽ നീ നിലനിൽക്കുകയാണെങ്കിൽ നിനക്ക് കഴിഞ്ഞ കാലങ്ങളിൽ നഷ്ടമായ നന്മകളെ ദൈവം മടക്കിത്തരാൻ വിശ്വസ്തനാണ്. പ്രൈസ്. നീ ഒരുപാട് കണ്ണുനീരും വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്ന ജീവിത യാത്രയിൽ ഒരാശ്വാസത്തിന്റെ വാക്കുപോലും നിനക്ക് മറ്റുള്ളവർ കേൾക്കുവാൻ കഴിയാതെ മനസ്സ് തകർന്ന് ഇടിഞ്ഞിരിക്കുന്ന സാഹചര്യമാണെങ്കിൽ നിന്നെ ശത്രുവിന് വിട്ടുകൊടുക്കാതെ നിന്നെ അവിടുന്ന് ഉയർത്തിക്കൊണ്ടുവരുവാൻ കർത്താവ് ആഗ്രഹിക്കുക. പ്രൈസ്. ജീവിതം ഒന്ന് മാത്രമാണ്. രണ്ടാമത് നമുക്ക് ഈ ഭൂമിയിൽ ജീവിതമില്ല. പ്രൈസ്. ലഭിച്ച ജീവിതം എന്ന് പറയുന്നത് കർത്താവിന്റെ ആത്മാവിനാൽ നിറയപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ ശക്തിയാൽ നിറയപ്പെട്ട് സാത്താനെ തുരത്തി ഓടിക്കുന്നതായിരിക്കണം. നിന്റെ കുടുംബത്തെ തകർക്കാൻ സാത്താൻ എല്ലാ തന്ത്രങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കും. അതാണ് കുരിന്ത്യലേഖനങ്ങൾ വായിക്കുമ്പോൾ കാണുന്നത്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലല്ലോ. അവൻ തന്ത്രങ്ങൾ മെനയുന്നവന്, സൂത്രങ്ങൾ മെനയുന്നവന്. നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് നിനക്കെതിരെ തന്ത്രങ്ങൾ മെനയുന്നവരുണ്ട്. മുൻപല്ലുകൊണ്ട് ചിരിച്ചു കാണിക്കുകയും കോമ്പല്ലുകൊണ്ട് കോർക്കുകയും ചെയ്യുന്നവർ നിന്റെ മിത്രങ്ങളായിരിക്കും. അവൻ നീ നോക്കുമ്പോൾ അവൻ മുമ്പല്ലുകൊണ്ട് ചിരിക്കുന്നുണ്ട്, പക്ഷെ അവന്റെ കോമ്പല്ലുകൊണ്ട് നിനക്കെതിരെ കോർത്ത് അവൻ നിനക്കെതിരെ തന്ത്രങ്ങൾ മെനയുന്നവനായിരിക്കും. സൂക്ഷിക്കണം. പ്രേക്ഷകരോ, ഞാനിതൊക്കെ പറയാൻ കാരണം ഞാൻ ഒരുപാട് ആളുകളെ കാണുന്നതാ, ജീവിതം ഒരുപാട് പഠിച്ചതാ, ജീവിതത്തിന്റെ എല്ലാ മേഖലയുടെ കടന്നുപോയി, പല ആളുകളുമായി കണ്ടുമുട്ടി, പലരുമായിട്ട് സ്നേഹിച്ചു, പലരുമായിട്ട് ഇടപഴകി, പലരുമായിട്ട് സംസർഗങ്ങളുണ്ട്, പല ബന്ധങ്ങളും കണ്ടുമുട്ടി, പല ബന്ധങ്ങളും നമ്മൾ മനസ്സിലാക്കി. പക്ഷേ എല്ലാവരും മുൻപല്ലുകൊണ്ട് ചിരിച്ചാലും അതിനകത്ത് ഒരു കോമ്പല് കൊണ്ട് പല്ല് ഞമ്മറുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് ഞാൻ പലരിൽ മനസ്സിലാക്കി. അതുകൊണ്ട് നമുക്ക് ഈ ലോകത്തെ ജയിക്കാൻ പരിശുദ്ധാത്മാവിനാൽ ശക്തിയാൽ നിറയപ്പെടണം. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയെ തകർക്കുവാൻ ഈ ലോകശക്തികൾ ഒന്നടങ്കം എഴുന്നേറ്റു.
കർത്താവായ യേശു ക്രിസ്തു യോർദാനിൽ യോഹന്നാൻ സ്നാപകനാൽ സ്നാനമേറ്റ് ആത്മാവ് 40 ദിവസം യേശുവിനെ മരുഭൂമിയിൽ നടത്തി. 40-ാം ദിവസം യേശുവിന് വിശന്നു. അപ്പോൾ പരീക്ഷകൻ അടുത്തു വന്നു, നീ ദൈവപുത്രനാണ്, ഈ കല്ല് അപ്പമായി ചെയ്യാൻ കൽപ്പിക്കുക. മത്തായിയുടെ സുവിശേഷം 4-ലും ലൂക്കോസ് സുവിശേഷം 4-ലൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും. പക്ഷെ യേശു എന്താണ് പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നു. അത് സാത്താൻ ഇങ്ങനെ ചില കുടുക്ക് ചോദ്യങ്ങളുമായി നിന്നിരിക്കും. അപ്പൊ സാത്താന്റെ പരീക്ഷകൾ 3 പരാജയപ്പെട്ട് യേശു സാത്താനെ തോൽപ്പിച്ച് സാത്താനെ തുരത്തി ഓടിച്ച് യേശുവിന്റെ പരിശുശ്രൂഷയുടെ 3.5 വർഷം പിശാച് ബാധിച്ചവരെ എല്ലാം കർത്താവ് വിടുവിച്ച് സൗഖ്യമാക്കി. യേശുവിന്റെ അരികിൽ ആരെല്ലാം വന്നിട്ടുണ്ടോ അവരാരും നിരാശപ്പെട്ടു പോയിട്ടില്ല. ഈശ്വരോ, ഞാൻ ഈ വചനമൊക്കെ പറയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പരീക്ഷകളിലൂടെ കടന്നുപോയിട്ടുണ്ട്. ഒരുപാട് പരീക്ഷകളെ നേരിടാറുണ്ട്. ഇപ്പോഴും ഒരുപാട് പരീക്ഷകളെ നേരിടാറുണ്ട്. പക്ഷെ പതറാതെ നിൽക്കുന്നത് എന്താണെന്നറിയാമോ? ദൈവം എന്നെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറച്ചത് കൊണ്ടാണ്. എനിക്കറിയാം സാത്താൻ എന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ലെന്ന്, പിശാചിന്റെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല. എന്റെ പ്രാർത്ഥനയിലും എന്റെ ആരാധനയിലും എന്റെ ശുശ്രൂഷയിലും എന്റെ ജീവിതത്തിലും ഞാൻ ദൈവത്തിന്റെ ശ്വാസത്താൽ നിറയപ്പെട്ട വ്യക്തിയായതുകൊണ്ട്, അഥവാ ദൈവാത്മാവിനെ നിറയപ്പെട്ട വചനത്താൽ നിറയപ്പെട്ട വ്യക്തിയായിരിക്കുന്നതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ എന്നെ സംരക്ഷിക്കാൻ കഴിയുന്നത് കൊണ്ടും സാത്താൻ എന്നെ ഒരിക്കലും അടുക്കത്തില്ല. അല്ലെങ്കിൽ സാത്താൻ എന്ന് പറഞ്ഞാൽ എനിക്ക് പേടിയില്ല കേട്ടോ. പിശാചിനെ പേടിയില്ലാത്തൊരു മനുഷ്യൻ ഞാൻ. നിങ്ങളുടെ കാര്യം എനിക്കറിയത്തില്ല. കാരണം പിശാചെന്ന് പറഞ്ഞാൽ അവനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവന് ഭീഷണി മാത്രമാണ്. പ്രവേശനോ, നീ തകരരുത്, നീ ഉടഞ്ഞു പോകരുത്, നിന്റെ നിന്റെ കണ്ണുനീര് കാണുവാൻ പലരും ആഗ്രഹിക്കുമ്പോൾ നിന്റെ സന്തോഷം കാണാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രവേശനോ, എന്നെ കേൾക്കുന്ന മാതാപിതാവേ, നിന്റെ കണ്ണുനീര് കാണുവാൻ, നിന്റെ കുടുംബത്തിനകത്ത് കണ്ണുനീര് കാണുവാൻ പലരും ആഗ്രഹിച്ച നാളുകളില്ലേ? പക്ഷെ നിന്റെ കണ്ണുനീരിനെ മാറ്റി നിന്റെ കുടുംബത്തിന് സന്തോഷം തരും. അതാണ് 118 സങ്കീർത്തനം 15-ാമത്തെ വാക്യം. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ഹല്ലേലൂയ. ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിലുണ്ട്. ഇവിടെ 2 ചിന്തകളുണ്ട്. നീ ദൈവത്തിന്റെ ആത്മാവിനാലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ കൂടാരമാകുന്ന ഭവനത്തിനകത്തെ നിരാശയുടെ, ദുഃഖത്തിന്റെ, കണ്ണുനീരിന്റെ അനുഭവത്തെ മാറ്റിയിട്ട് നീതിമാന്മാരുടെ കൂടാരത്തിൽ ഉല്ലാസത്തിന്റെ ജയത്തിന്റെയും ഘോഷം നിന്റെ ഭവനത്തിനകത്ത് ആക്ഷരികമായി വെളിപ്പെടും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ തന്നെ ആത്മീയമായ വശം കൂടെ ചിന്തിച്ചാൽ നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട് വചനത്താൽ നിറയപ്പെട്ട് കഴിയുമ്പോൾ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരം എന്ന നീയാകുന്ന കൂടാരത്തിൽ, നിന്റെ ശരീരമാകുന്ന കൂടാരത്തിൽ ദൈവത്തിന്റെ ജയം നിറയും. പിന്നെ നിന്നെ തകർക്കുവാൻ ആർക്കാ കഴിയുന്നത്? നീ കരഞ്ഞ് പ്രാർത്ഥിച്ച് കരഞ്ഞ് നിലവിളിച്ച് അനവധി രാത്രികൾ നിന്റെ മുമ്പിലുണ്ട്. എന്തിനാണ് ജീവിക്കുന്നത്, എന്തിനാണ് ഈ ഭൂമി ജനിച്ചത് എന്നൊക്കെ ചോദിച്ചു പോയ ദിനരാത്രങ്ങൾ നിനക്കില്ലേ? പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൽ നീ നിരാശപ്പെട്ടു പോയ സന്ദർഭങ്ങളില്ലേ? അതൊക്കെ സാത്താൻ നിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്നതാ. കർത്താവ് നിന്റെ ഉള്ളിൽ സന്തോഷം തരാൻ ആഗ്രഹിക്കുന്നു. ദൈവാത്മാവ് നിന്റെ ഉള്ളിൽ സന്തോഷം തരാൻ ആഗ്രഹിക്കുക. കൊർന്നല്യോസിന്റെ ഭവനത്തിനകത്ത് ഇരുളിന്റെ അനുഭവത്തെ മാറ്റിയിട്ട് കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ദൈവിക പ്രകാശം വെളിപ്പെടുത്തുവാൻ ആഗ്രഹിച്ചത് കൊണ്ടാണ് കൊർന്നല്യോസിന് ദർശനം ഉണ്ടാകുന്നത്. ആ ദർശനത്തെ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് കൊർന്നല്യോസ് തന്റെ വീട്ടിൽ നിന്ന് തന്റെ ഭടന്മാരെ അയച്ച് പത്രോസിനെ വരുത്തുന്നത്. കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ഹല്ലേലൂയ പത്രോസ് വന്ന് പത്രോസിന്റെ പ്രസംഗം കേട്ട കൊർന്നല്യോസും തന്റെ കുടുംബത്തിലുള്ളവരുടെ പേരും എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് വന്നു. അവരെല്ലാം പരിശുദ്ധാത്മാവ് നിറയപ്പെടാൻ തുടങ്ങി. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവ്, എന്നെ കേൾക്കുന്ന യുവതിയുവാക്കന്മാർ പറയട്ടെ, നീ ആത്മാവിൽ നിറയണം, പരിശുദ്ധാത്മാവിൽ നിറയണം. ലോകം നമുക്ക് ശാശ്വതമല്ല, ലോകം നമുക്ക് അനുകൂലമല്ല, ലോകം നമുക്ക് യോഗ്യമല്ലെന്നേ. ഹല്ലേലൂയ. കണ്ണുനീരിന്റെ അനവധി അനുഭവങ്ങൾ കടന്നു വരാം, വേദനയുടെ, ദുഃഖത്തിന്റെ ഒരുപാട് സാഹചര്യം കടന്നു വരാം. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്റെ ജീവിതാനുഭവം കൂടെ കൂട്ടിപ്പറഞ്ഞ ഞാൻ ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്ത് മുമ്പോട്ട് പോകേണ്ടി വന്നപ്പോഴും ഹല്ലേലൂയ
എല്ലാം അവസാനിച്ചു എന്ന് തോന്നിയ ചില സന്ദർഭങ്ങൾ, ചില നിമിഷങ്ങൾ ജീവിതത്തിലൂടെ കടന്നുപോയ സാഹചര്യങ്ങളുണ്ട്. അവിടെയും ദൈവം എന്നെ നിർത്തിയതാണ്. ഞാൻ നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണ്. കർത്താവിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. എന്നെക്കുറിച്ചൊരു പ്ലാൻ ദൈവത്തിനുള്ളതുപോലെ നിന്നെക്കുറിച്ച് ദൈവത്തിന് പ്ലാൻ ഉണ്ട്. അല്ലേ? നിന്നിൽ ദൈവം ചില നന്മകളെ നിറച്ചിട്ടുണ്ട്. അത് നിന്നിലൂടെ പുറത്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുക. അതിന് തടസ്സമായി നിൽക്കുന്ന സാത്താന്റെ തന്ത്രങ്ങളെ നീ തിരിച്ചറിയണം. പ്രൈസലോ, നീ ദേശത്ത് ഒരു മാതൃകയായി, കുടുംബത്തിനൊരു മാതൃകയായി, അല്ലേരിയ, സമൂഹത്തിൽ നീ കൊള്ളാകുന്നവനായി, കൊള്ളാകുന്നവളായി, അല്ലേരിയ, നിന്നെക്കുറിച്ച് നല്ല സാക്ഷ്യം പറയുന്ന നാളുകളുണ്ടാവും. അല്ലേരിയ, നിന്റെ ഓരോ തുള്ളി കണ്ണുനീരും ദൈവത്തിന്റെ സന്നിധിയിലുണ്ട്. പ്രൈസലോ, അതുകൊണ്ടാണ് നമ്മൾ സങ്കീർത്തനമൊക്കെ വാങ്ങി, നിന്റെ കണ്ണുനീർ ഞാൻ എന്റെ തുരുത്തിയിലാക്കി വെച്ചിരിക്കുന്നു. നീ കഴിഞ്ഞ രാത്രിയിൽ, കഴിഞ്ഞ നാളുകളിൽ, രാത്രിയുടെ യാമങ്ങളിൽ ആരും കാണാതെ കരഞ്ഞ കണ്ണുനീര്, നിന്റെ കിടക്കയിൽ കണ്ണുനീർ കൊണ്ട് നനച്ച അനുഭവങ്ങൾ, നിന്റെ തലയിണയെ കണ്ണുനീർ കൊണ്ട് നനച്ച അനുഭവങ്ങൾ, മറ്റുമാരും അറിയാതെ നീ തേങ്ങിക്കരഞ്ഞ, ഹൃദയം പൊട്ടിക്കരഞ്ഞ അനുഭവങ്ങൾ, അല്ലേലിയ, ആരും കണ്ടില്ലെങ്കിലും. പക്ഷെ ആ കണ്ണുനീര്, ആ കിടക്ക വലിച്ചെടുത്താലും, തലയിണ വലിച്ചെടുത്താലും ആ കണ്ണുനീര് ദൈവത്തിന്റെ തുരുത്തിയിലുണ്ട്. പ്രൈസലോ, അതവന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ആ കണ്ണുനീരിന്റെ ദൈവം മറുപടി തരും. പ്രൈസലോ, നിന്റെ ഇന്നത്തെ ദുഃഖത്തെ ദൈവം മാറ്റും. നിന്റെ ഇന്നത്തെ സങ്കടത്തെ ദൈവം മാറ്റും. നിന്റെ വേദനകളെ ദൈവം മാറ്റും. നിനക്ക് നഷ്ടമെന്ന് തോന്നിയതിനെ എല്ലാം ലാഭമാക്കി തരാൻ ദൈവത്തിന് കഴിയും. പ്രൈസലോ, നിനക്ക് നഷ്ടമെന്ന് തോന്നിയത്, നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നിയതിനെ ലാഭമാക്കാൻ ദൈവത്തിന് കഴിയും. നിന്റെ ഇന്നലകളെ മാറ്റി എഴുതുവാൻ ദൈവത്തിന് കഴിയുമെന്ന്. സ്തോത്രം. കഴിഞ്ഞതിനെ കുറിച്ച് നമ്മൾ വിചാരപ്പെട്ട് മനം കലങ്ങിയിരിക്കുവാനല്ല ദൈവം നമ്മെ വിളിച്ചത്, ജീവിതം മുന്നോട്ട് നയിക്കാൻ വേണ്ടിയാണ്. പ്രൈസലോ, മറിയ നല്ല അംശം തെരഞ്ഞെടുത്തതുപോലെ, ദൈവത്തിൽ നീ നല്ല അംശം തെരഞ്ഞെടുക്കണം. രക്തം ചെയ്യും. സ്തോത്രം. ഞാന് എല്ലാ ദിവസവും ദൈവവചനം പ്രസംഗിക്കുമ്പോൾ, അല്ലേരിയ, ഞാൻ ഈ സന്തോഷത്തോടെ വചനം പറയുന്നത് എന്താ അറിയോ? നിങ്ങളുടെ സന്തോഷം എനിക്ക് കാണണം, എന്റെ സന്തോഷം നിങ്ങൾ കാണണം, അത് ദൈവം കാണണം. അല്ലേരിയ, നമ്മുടെ ദൈവം നമുക്ക് സ്നേഹം തരുന്നവനാണ്. കരയുന്ന സാഹചര്യങ്ങൾ വന്നാലും സന്തോഷത്തോടു കൂടി ഇരിക്കണം. പ്രൈസലോ, അല്ലേരിയ. ഒരു തള്ളപ്പക്ഷി നിങ്ങൾ ചിന്തിച്ചു നോക്കുക. ഒരു തള്ളപ്പക്ഷി അത് മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചു കഴിഞ്ഞാൽ ആ കുഞ്ഞുങ്ങൾ ഇര തേടി തിന്നുതരം വരെ എന്ന് പറഞ്ഞാൽ പറന്ന്, തന്റെ ചിറകുകൾ കൊണ്ട് പറന്ന് സ്വയം തീറ്റി അന്വേഷിച്ച് ആ കുഞ്ഞുങ്ങൾ ഇര കണ്ടെത്തണം വരെ ആ തള്ളക്കോഴി, ആ തള്ളപ്പക്ഷി ആ കുഞ്ഞുങ്ങൾക്ക് കാവല, സംരക്ഷണമാണ്. ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം ആ തള്ള പക്ഷിയായിരുന്നാലും കോഴിയായിരുന്നാലും, പക്ഷികൾ പറന്നുപോയും കോഴികൾ ചകഞ്ഞിട്ടും മക്കൾക്ക് കൊടുക്കും. പ്രൈസലോ, ആ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞതുപോലെ ദൈവം നമുക്ക് ചില സംരക്ഷണങ്ങൾ തന്നിട്ടുണ്ട്, ചില ഉത്തരവാദിത്തങ്ങൾ തന്നിട്ടുണ്ട്. അത് നീ തിരിച്ചറിയണം. രക്തം ചെയ്യണം. പ്രൈസലോ, ഇവിടെ നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിനെ അളവില്ലാതെ നൽകിയിരുന്നു. നസറായന യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും അഭിഷേകം ചെയ്തതും ദൈവം അവനോട് കൂടി ഇരുന്നത് കൊണ്ട് അവൻ നന്മ ചെയ്തും പിശാച് ബാധിച്ചവരെയൊക്കെയും സൗഖ്യമാക്കിയും കൊണ്ട് സഞ്ചരിച്ചതുമായ വിവരം, അല്ലേലിയ, ആ വിവരം തന്നെ നിങ്ങൾ അറിയുന്നുവല്ലോ. നമ്മളെ വീണ്ടും ഓർപ്പിക്കുകയാണ് ഈ വചനം. അല്ലേലിയ, രക്തം ചെയ്യണം. അല്ലേലിയ, എന്നെ ഇത് തന്നെ യേശുവും പറഞ്ഞു. ഇത് തന്നെയാണ് യേശു നമ്മളോട് പറയാനുള്ളത്. കർത്താവിനോട് പറയാൻ ചിലത് സംസാരിക്കാനുണ്ട്. നിന്റെ ഹൃദയം മുഴുവൻ അറിയുന്നവൻ കർത്താവാണ്. പ്രൈസലോ, ലോകം നിന്നെ പഴിചാരും, ലോകം നിന്നെ കുറ്റപ്പെടുത്തും, ലോകം നിന്റെ കുറവുകൾ മുഴുവൻ കണ്ടുപിടിക്കും. ലോകം നിന്റെ കുറവുകളെ നോക്കി നിന്നെ അതിൽ അടിച്ചമർത്താൻ നോക്കുമ്പോൾ ദൈവം നിന്റെ നന്മകളെ തിരഞ്ഞെടുത്ത് നിന്നെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുവരും. അതുകൊണ്ടാണ് യേശുവിന് ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ, യേശുവിന്റെ ശുശ്രൂഷ എന്തായിരുന്നു? ദൈവാത്മാവിനാൽ ഭൂതങ്ങളെ പുറത്താക്കുക. പ്രൈസലോ എന്ന് പറഞ്ഞ് മത്തായിയുടെ സുവിശേഷം, അല്ലേലിയ, ഇതിലേക്ക് വരും. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം, അല്ലേലിയ,
അതിന്റെ 28-ാമത്തെ വാക്യത്തിലിരിക്കുന്നു, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു എങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നത് സ്പഷ്ടം. ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ കിടന്ന് അവന്റെ കൂപ്പ് കവർന്നു കളയുവാൻ എങ്ങനെ കഴിയും? പിടിച്ചു കെട്ടിയാൽ പിന്നെ അവന്റെ വീട് കവർച്ച ചെയ്യാം. ഇതൊക്കെ ദൈവാത്മാവ് നമുക്ക് ബേൽസെബൂലും യേശുവും എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. ഹല്ലേലൂയ. അപ്പൊ ഈ വചനം നമ്മൾ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷ സമയത്ത്, ഹല്ലേലൂയ, ആമേൻ, ഭൂതങ്ങളെ പുറത്താക്കിയത് കൊണ്ട് ദൈവരാജ്യം നിങ്ങളുടെ ഇടയിൽ വന്നു എന്ന് യേശു പറയാം. പ്രൈസ് ദി ലോർഡ്. അത് കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ദൈവത്തെ സ്വന്തം പിതാവുമായി സ്വീകരിച്ച് നാം ദൈവത്തിന്റെ മകനും മകളോ, ദൈവം നമ്മുടെ പിതാവുമായി നാം ഈ ഭൂമിയിൽ കർത്താവുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തി ജീവിക്കുമ്പോൾ നാം ആ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലാണ്. യേശു ഭൂതങ്ങളെ തുരത്തി ഓടിച്ചതുപോലെ, പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിയതുപോലെ നമുക്കും സാത്താനെ തുരത്തി ഓടിക്കുവാൻ നമുക്ക് കഴിയും. ദൈവം നമുക്ക് അധികാരം തരിക. കാരണം ദൈവരാജ്യം നിങ്ങളുടെ അടുക്കലുള്ള ദൈവരാജ്യം നിങ്ങളിലുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, ദൈവാത്മാവിനാൽ ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നെങ്കിലോ ദൈവരാജ്യം നിങ്ങളുടെ അടുക്കൽ വന്നെത്തിയിരിക്കുന്നു. അപ്പൊ നാം ഓരോരുത്തരും രക്ഷയുടെ അനുഭവം പ്രാപിക്കുമ്പോൾ, കർത്താവിനെ രക്ഷിതാവും പിതാവായി സ്വീകരിക്കുമ്പോൾ ആ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കുക. ആക്ഷരികമായി നാം ഈ ഭൂമിയിലാണെങ്കിലും ആത്മീയമായ ദൈവരാജ്യത്തിന്റെ അനുഭവമാണ്. ആ ദൈവരാജ്യത്തിന്റെ അനുഭവത്തിൽ നിൽക്കുന്ന നിന്നെ ഉടയ്ക്കുവാൻ ആർക്കും കഴിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവത്തിന്റെ വചനം. അതുവരെ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ഈ ശുശ്രൂഷയിൽ ഇറങ്ങുന്നതിന് മുമ്പ് ഒന്നാമതായി നിങ്ങൾ അഭിഷേകം പ്രാപിക്കണം. നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിലൂടെ ദൈവാത്മാവിനാൽ നിങ്ങൾ അഭിഷേകത്വം നിറയപ്പെടണം. ആദിമസഭയിലെ അപ്പോസ്തലന്മാർ അഭിഷേകത്വം നിറയപ്പെട്ടതുപോലെ നിങ്ങൾ അഭിഷേകത്വം നിറയപ്പെടണം. അഭിഷേകം എന്ന് പറയുന്ന ആ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ ലോകം വിറക്കി വന്നു. അതുകൊണ്ട് ഒന്നാമത് എന്ത് ചെയ്യണം? നിങ്ങൾ അഭിഷേകത്വം നിറയപ്പെടണം. ഹല്ലേലൂയ. രണ്ടാമത് നിങ്ങൾ ദൈവാത്മാവിലാൽ നിറഞ്ഞിരിക്കണം. നമ്മളെപ്പോഴും ദൈവത്തിന്റെ ആത്മാവിലാൽ നിറഞ്ഞിരിക്കണം. നമ്മൾ ഈ പൊട്ടച്ചൊല്ലും കളിവാക്കും ചീത്തത്തരും ഒക്കെ പറഞ്ഞ് നമ്മുടെ സമയത്തെ മെനക്കെടുത്തി കളയാതെ, അയൽവീടുകൾ തോറും കടന്നുപോയി നമ്മൾ വലിയവരുടെയൊക്കെ കുറ്റങ്ങളും നുണകളും പറയാതെ, മറ്റുള്ളവരെ കുറിച്ച് പരിദൂഷണം പറയാതെ, പരിഹാസം പറയാതെ, ആരുടെയും കുറവുകൾ കണ്ടുപിടിച്ച കുറവുകൾ നികത്താൻ നാം ഒരുങ്ങാതെ, നിങ്ങൾ എപ്പോഴും അഭിഷേകത്താൽ നിറയപ്പെട്ട് ദൈവാത്മാവിൽ നിറഞ്ഞിരിക്കുന്ന വ്യക്തിയായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. ലോകം നമുക്ക് ഒരിക്കലും ശാശ്വതമല്ല. നീ നല്ലതായിട്ട് ജീവിക്കാൻ ഒരുങ്ങുമ്പോൾ, നന്നായിട്ട് ജീവിക്കാൻ ഒരുങ്ങുമ്പോൾ നിന്നെ അതിൽ നിന്ന് തകർത്തുകളെ പിശാച് പല തന്ത്രങ്ങളുമായി വരും. പക്ഷെ അവിടെ നീ പതറിപ്പോകരുത്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഒന്നാമതായി നിങ്ങൾ എന്ത് ചെയ്യണം? അഭിഷേകമുള്ളവരായിരിക്കണം. രണ്ടാമത് ദൈവാത്മാവിനാൽ നിറയണം. മൂന്നാമതായി നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ യാതൊരു പാപവും ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്കും ദൈവത്തിനും ഇടയിൽ ഒരു പാപവും വരരുത്. പാപത്തിന് അധീനമായി ശരീരത്തിൽ നീ ജീവിക്കുമ്പോൾ, പാപജലത്തിൽ നീ ജീവിക്കുമ്പോൾ, പാപം നിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ, സാത്താൻ നിന്റെ പരീക്ഷയിലേക്ക് കൊണ്ടുപോകുമ്പോൾ, നിന്നെ ദൈവത്തിന് അകറ്റിക്കളയുവാൻ, നിന്റെ അഭിഷേകം നഷ്ടപ്പെടുക, നിന്നുള്ള ദൈവാത്മാവിൽ നിന്നെ മാറ്റിക്കളയുവാൻ പിശാച് പാപത്തിന്റെ ആസക്തികളെ നിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് ദൈവത്തിൽ നിന്നെ അകറ്റിക്കളയും. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൽ നിന്നെ അകറ്റിക്കളയുമ്പോൾ നിനക്ക് പരിശോധനകൾ ഒന്നിനു പുറകെ ഒന്നായിട്ട് വരും. അത് നിനക്ക് താങ്ങുവാൻ കഴിയില്ല. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നീയും ദൈവത്തിനുമിടയില് നിഷ്കളങ്കമായ, സത്യസന്ധമായ, നിർമ്മലമായ, പവിത്രമായ, പാവനമായ, പരിപാവനമായ, ഹല്ലേലൂയ, ഒരു നല്ല ജീവിതം. ദൈവം നിനക്ക് ഈ കാണിച്ചു തരുന്ന ദർശനപ്രകാരം, ദൈവം നിനക്ക് നൽകുന്ന ഗൈഡൻസ് അനുസരിച്ച് വേണം നിന്റെ ജീവിതത്തെ നീക്കാൻ. ലോകം പലതും പറയും കേട്ടോ. ലോകം നമുക്കൊരിക്കലും അനുകൂലമായിട്ട് പറയത്തില്ല. ഞാൻ ആർക്കും പ്രത്യേകിച്ച് ദോഷം ചെയ്യാൻ പോകാത്ത ആളാണ്. കാരണം ഞാൻ ഒരുപാട് പഠിച്ചതുകൊണ്ട് ആരെക്കുറിച്ച് ഒന്നും പറയാൻ പോകുന്നത്. എങ്കിലും നമുക്കെതിരെ സാത്താൻ പലതും കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ അറിയാത്ത കാര്യങ്ങൾ പോലും പിശാച് നമ്മുടെ നേരെ വരച്ചുകൊണ്ട് പറയും. ഹല്ലേലൂയ. അതൊക്കെ നമ്മളങ്ങ് മൗനം പാലിച്ചേക്കണം. അതുകൊണ്ട് നമ്മൾ വചനം മിണ്ടാതിരുന്ന ദൈവമെന്നറിഞ്ഞുകൊള്ളു എന്ന് പറയുന്നത്. ചില സ്ഥലത്ത് നമ്മൾ മിണ്ടാൻ പാടില്ല, ചില സമയത്ത് നമ്മൾ മിണ്ടേണ്ടിടത്ത് നമ്മൾ മിണ്ടിക്കണം. അങ്ങനെ സംസാരിക്കേണ്ടിടത്ത് നമ്മൾ സംസാരിക്കുമ്പോൾ പരിശുദ്ധൻ നമുക്ക് വേണ്ടുന്ന വാക്കുകളില്ലേ, അല്ലാത്തടത്തും മൗനമായിട്ടിരുന്നോണം. പ്രൈസ് ദി ലോർഡ്. പക്ഷെ നിന്റെ പ്രതിയോഗി നിന്നെ തകർക്കുവാൻ തന്ത്രങ്ങൾ മെനയുന്നുണ്ട്. നിനക്കൊരു പ്രതിയോഗിയുണ്ട്. ആ പ്രതിയോഗി നിന്റെയും നിന്റെ കുടുംബത്തെയും തകർക്കുവാൻ
നിന്റെ തകർച്ച കാണുവാൻ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആ പ്രതിയോഗിയുടെ തകർച്ച നീ നിന്റെ കണ്ണുകൊണ്ട് കാണും. നിനക്കെതിരെ തന്ത്രങ്ങൾ വരെ, നിനക്കെതിരെ ശൂലങ്ങളുമായി നിൽക്കുന്ന, നിന്റെ തകർക്കുവാൻ, നിന്റെ നന്മകൾ അപഹരിക്കാൻ ശ്രമിക്കുന്ന, നിന്റെ പ്രതിയോഗിയായിരിക്കുന്ന ആ സാത്താന്യ ശക്തിയെ, അതൊരു വ്യക്തിയായിരിക്കാം, അതൊരു സമൂഹമായിരിക്കാം, അതിനെ നിന്റെ മുമ്പിൽ ദൈവം ആമിസ്തോത്ത് ചവിട്ടി മേടിക്കും. അതാണ് റോമാലേഖനം 16:20 വായിക്കും. സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിന്റെ കാൽ കീഴിൽ ചതച്ചു കളയും. എന്താ നിങ്ങൾ ഒന്നറിച്ച് റോമാലേഖനം 16:20 എന്താണ്? എന്നോട് ചേർന്ന് പറഞ്ഞിട്ട്, സമാധാനത്തിന്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിന്റെ കാൽ കീഴിൽ ചതച്ചു കളയും. ദൈവ സമാധാനത്തിന്റെ ദൈവം നിന്റെ സമാധാനം കെടുത്തുവാൻ, നിന്റെ കുടുംബത്തെ ഇല്ലായ്മയിലേക്ക് കൊണ്ട്, നിന്റെ കുടുംബത്തെ അനാചകത്തെ കൊണ്ടുപോവാൻ, നിന്റെ തലമുറയെ നശിപ്പിക്കുക, നിന്റെ തലമുറയെ നിന്നിൽ നിന്ന് അടർത്തി മാറ്റാൻ സാത്താൻ പല തന്ത്രങ്ങളുമായിട്ട് വരും, നിന്റെ നന്മകൾ മുഴുവൻ അപഹരിക്കാൻ. പക്ഷേ ആ സാത്താനെ വേഗത്തിൽ നിന്റെ കാൽ കീഴെ ദൈവം ചതച്ചു കളഞ്ഞ് അവൻ നിനക്ക് മുമ്പിൽ മുട്ടുകുത്തും. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാണ്. എന്റെ ശുശ്രൂഷയുടെ, എന്റെ ആത്മീയജീവിതത്തിന്റെ അനുഭവത്തില് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. സ്തോത്രം. ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു, ഒരുപാട് നന്മകൾ കണ്ടു, ഒരുപാട് നന്മകൾ നഷ്ടപ്പെട്ടു. ഭൗതികമല്ല കേട്ടോ, ആത്മീയമായിട്ട്. സ്തോത്രം. ജീവിതത്തിൽ സന്തോഷിക്കേണ്ട സമയത്ത് സന്തോഷിക്കണം കേട്ടോ. നിനക്ക് സന്തോഷിക്കാനുള്ള അവസരത്തെ ദൈവം തരും. നിനക്ക് സന്തോഷിക്കുവാൻ, നിനക്ക് ആനന്ദിക്കുവാൻ, നിന്റെ സങ്കടങ്ങൾ മാറുവാൻ, നിന്റെ സങ്കടങ്ങൾ കേൾക്കുവാൻ, നിനക്കൊരു ആശ്വാസ വാക്ക് തരുവാൻ, നിന്നെ ഒന്ന് സാന്ത്വനിപ്പിക്കുവാൻ, നിന്റെ ഹൃദയത്തിന് ഒരു ആശ്വാസം ലഭിക്കുന്ന സ്നേഹത്തിന്റെ വാക്കുകൾ നിന്റെ കാതുകളിൽ നീ അത് അനുഭവിക്കും, നിന്റെ ജീവിതത്തെ അനുഭവിക്കും. അതിനുള്ള ചില വഴികൾ, മാർഗങ്ങളിൽ ദൈവം നിനക്ക് വേണ്ടി വരും, വ്യക്തം ചെയ്യും. നിന്റെ ജീവിതത്തിൽ നീ ഒറ്റയ്ക്കാണെന്ന് തോന്നും, തനിച്ചായിപ്പം തോന്നും. നീ ഒറ്റയ്ക്കല്ല, നീ തനിച്ചുമല്ല. ദൈവം നിന്നോട് കൂടെയുണ്ട്. ഇമ്മാനുവേൽ നമ്മോട് കൂടെ, ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ നിന്നോട് കൂടെ ഉള്ളിടത്തോളം കാലം. മത്തായി 1:21 വായിക്കണം കേട്ടോ. ദൈവം നമ്മോട് കൂടെയുള്ള എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ നിന്റെ കൂടെ ഉള്ളിടത്തോളം കാലം. ഇമ്മാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മോട് കൂടെ, ആ കർത്താവ് നിന്നോട് കൂടെ ഉള്ളിടത്തോളം കാലം നിന്റെ കണ്ണ് നിന്റെ കർത്താവ് തുടങ്ങി. പ്രേസണം. ഇവിടെ ദൈവത്തിന് വചനം പറയുന്നത്, നാം ഓരോ ദിവസവും ശോധനയിലൂടെ കടന്നു പോകുന്നത്, ഓരോ ദിവസവും നമ്മൾ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നത്. എല്ലാ ദിവസവും നമുക്ക് പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയില്ല. എല്ലാ ദിവസവും പ്രശ്നമുണ്ട്. എന്നെ കേൾക്കുന്ന മാതാപിതാ, നീ കേരളത്തിലോ ഭാരതത്തിലോ വിദേശ രാജ്യത്ത് എവിടെങ്കിലും ആയിരിക്കട്ടെ, ജീവിതം രണ്ടറ്റം കൂട്ടിമുട്ടിക്കുക കഴിയാതെ നീ കണ്ണുനീരിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന സാഹചര്യമാണെങ്കിലും, ജീവിതത്തിൽ നീ മാരകമായ ഏതെങ്കിലും രോഗത്തിന് അടിമപ്പെട്ടിരിക്കുന്നെങ്കിലും, മാനസികമായി തകർന്ന് കണ്ണുനീരിന്റെ നടുവിലാണ്, സാമ്പത്തികമായ ക്ലേശങ്ങളാണ്, നിന്റെ ജീവിതം പരാജയപ്പെട്ടു നിനക്ക് തോന്നിയാലും, ഹല്ലേലൂയ, നിന്റെ മുമ്പിൽ വഴികളെല്ലാം അടഞ്ഞുവെന്ന് തോന്നിയാലും, ഹല്ലേലൂയ, മുമ്പോട്ട് പോകുവാൻ യാതൊരു സാധ്യതയുമില്ല, നാളെ കുറിച്ച് എന്ത് ചെയ്യുമെന്ന് ഓർത്ത് വിലപിക്കുന്ന മാതാവേ പിതാവേ, ഇന്ന് പകൽ പരിശുദ്ധാത്മാവിനോട് പറയുന്ന ശക്തമായ ദൂത്, നിന്റെ അവസ്ഥ ദൈവം മാറ്റാൻ പോവുക, സ്ഥിതി ദൈവം മാറ്റാൻ പോവുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ കാണുന്നുണ്ട്, യഹൂദയെ ഞാൻ എന്റെ ജനത്തിന്റെ സ്ഥിതി മാറ്റുമ്പോൾ നിനക്കൊരു കൊയ്ത്ത് വെച്ചിരിക്കുന്നു. അത് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്റെ സ്ഥിതിയെ ദൈവം മാറ്റുമ്പോൾ ഒരു വലിയ കൊയ്ത്തിന്റെ അനുഭവത്തെ ദൈവം നിനക്ക് തരും. ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും നിറച്ച് യേശുവിന്റെ ശുശ്രൂഷയിൽ പിശാച് വാദിച്ചവരെയൊക്കെ തുരത്തി രോഗികളെ സൗഖ്യമാക്കിയതുപോലെയുള്ള അനുഭവത്തിൽ നീ ദൈവാത്മാവ് നിറയപ്പെട്ട് നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, നിന്നെ തകർക്കുവാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ ജീവിതത്തിൽ ചില പുതുവഴികളെ ദൈവം തുറക്കുക തന്നെ ചെയ്യും. ഇന്ന് പകൽ ശുശ്രൂഷകൾ ബന്ധത്തിൽ നിൽക്കുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരോട് പറയട്ടെ, നീ ശുശ്രൂഷയ്ക്കായി ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ശക്തിയാൽ നിറയപ്പെട്ടുകൊണ്ട് നീ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുങ്ങുന്നെങ്കിൽ, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിനകത്ത് ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ചില മഹത്വമേറിയ കാര്യങ്ങൾ നീ കാണാൻ കഴിയും. നിന്നോട് ചില അസാധാരണമായ ദൈവപ്രവൃത്തികൾ ദൈവം വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുക. അല്ലെങ്കിൽ നീ സംസാരിച്ചിട്ടില്ലാത്ത വിധത്തിൽ ദൈവം നിന്റെ നാവുകളിലൂടെ ദൈവത്തിന് വചനം തരുവാൻ ആഗ്രഹിക്കുക. ദൈവത്തിന്റെ കൃപയിൽ നിറയ്ക്കാൻ ആഗ്രഹിക്കുന്ന അഭിഷേകത്തെ നിറയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. നിന്നോട് സമൂഹത്തെ വിടുവിച്ചെടുക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ 2026 എന്ത് പറയുന്നത്, നിന്റെ ജീവിതത്തിന്റെ പരാജയം എന്ന് പലരും പറഞ്ഞ് നിന്നെ ഭയപ്പെടുത്തിയാലും ഈ 2026 നിന്റെ വിജയത്തിന്റെ സാധ്യതയാ, വിജയത്തിന്റെ വർഷമാ.
അല്ലേ 2025 നിനക്ക് നഷ്ടപ്പെട്ടതൊക്കെ ഈ 2026 ദൈവം മടക്കി തരും. രക്തം ചെയ്യും. നീ ഒരു ആയുസ് മുഴുവൻ സമ്പാദിച്ച് അധ്വാനിച്ചതുമല്ല നിന്റെ കൈവിട്ടു പോയ ആ ജീവിത സാഹചര്യങ്ങൾ ദൈവം നിന്നെ മടക്കിയെടുത്ത് നീ എവിടെയെല്ലാം തല താഴ്ത്തേണ്ടി വന്നോ, എവിടെയെല്ലാം തല കുമ്പിടേണ്ടി വന്നോ, എവിടെയെല്ലാം നീ ലജ്ജിതനായി മാറിയോ, അവരുടെ നടുവിൽ നീ തല ഉയർത്താൻ പോവുക. സങ്കീർത്തനം 3:3 വായിക്കും, നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം എന്റെ തല ഉയർത്തുന്നു പറഞ്ഞ പോലെ നീ കർത്താവിനെ നോക്കിയാൽ ലജ്ജിച്ചു പോകുകയില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, പരിശുദ്ധാത്മാവ് നിറയപ്പെടണം, ശക്തി അറിയപ്പെടണം. ഈ ലോകം വല്ലാത്തൊരു അന്ധകാരത്തിലാണ് ഈ ലോകം കിടക്കുന്നത്. പാപത്തിൽ വീണ് കിടക്കുകയാണ് ലോകം, പാപസുഖത്തിലാണ്. സകല മനുഷ്യനെ വഴിതെറ്റിക്കുന്ന വിധത്തിൽ സാത്താൻ തന്ത്രങ്ങൾ വരഞ്ഞു കൊണ്ടിരിക്കുക. ആമി കുടുംബത്തിനകത്ത് തലമുറയെ വഴിതെറ്റിക്കുവാൻ, കുടുംബത്തിനകത്ത് കണ്ണുനീര് കൊണ്ടുവരുവാൻ, കുടുംബത്തിന് പ്രശ്നം കൊണ്ടുവരുവാൻ, നിന്റെ കുടുംബത്തിൽ തകർത്ത് നിന്റെ നന്മകളെ ഇല്ലായ്മ ചെയ്യുവാൻ സാത്താൻ പല വിധത്തിൽ നിനക്ക് നേരെ കടന്നു വരാം. പക്ഷെ നീ തകരരുത്. നീ പരിശുദ്ധാത്മാവിനെ ശക്തിയാൽ നിറയപ്പെട്ട് യേശുവിനെ പോലെ ഈ ഭൂമിയിൽ നിന്റെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുക്കുന്നെങ്കിൽ നിനക്ക് നേരെ കടന്നു വരുന്ന ഒരായുധവും വരികയില്ല. ഹല്ലേലൂയ. മനുഷ്യന്റെ ജീവിതം താൽക്കാലികമാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നികത, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചില അത്ഭുതങ്ങളെ ചെയ്യുവാൻ ആഗ്രഹിക്കുക. ചില അത്ഭുതങ്ങളെ ദൈവം നിങ്ങൾക്ക് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുക. സ്വതന്ത്രം ഇവിടെ ദൈവത്തിന്റെ വചനം പറഞ്ഞു, യേശുവിന്റെ രക്തത്തെ കുറിച്ച് നീ തിരിച്ചറിവുണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ കാൽവറിയിൽ നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട രക്തം എന്ന് പറയുന്നത് അതൊരു മാനുഷികമായ രക്തമല്ല. യേശു മനുഷ്യനായിരിക്കെ അതൊരു മനുഷ്യ രക്തം, അപ്പോൾ തന്നെ അവൻ ദൈവമാണ്. അതുകൊണ്ട് യേശുവിന്റെ ക്രൂശിൽ നമുക്ക് വേണ്ടി ഒഴുകപ്പെട്ട രക്തത്തിന്റെ വില നമ്മൾ തിരിച്ചറിയണം. അത് കാളുകളുടെയോ കോഴിയുടെയോ ആടിന്റെയോ കോലാടുകളുടെയോ മറ്റ് മൃഗങ്ങളുടെയോ കൃത്രിമമായ രക്തമൊന്നും അല്ല. സാക്ഷാൽ യേശുക്രിസ്തുവിന്റെ രക്തം, അവന്റെ അവസാനത്തുള്ള രക്തം വരെ നമുക്ക് തന്ന് നമ്മെ പാപത്തിൽ നിന്ന് ശാപത്തിൽ നിന്ന് വിടുവിച്ച് പിശാച് ബാധിച്ച ഭൂതപ്രാപിച്ച ദുരാത്മാവിന്റെ ശക്തിയാൽ ബന്ധിക്കപ്പെട്ട് കിടന്ന ഓരോരുത്തരും ദൈവം വിടുവിച്ച് അവന്റെ മകനാക്കി മകളാക്കി മാറ്റി ഈ ഭൂമിയിൽ നിർത്തിയിരിക്കുമ്പോൾ യേശുവിന്റെ രക്തത്തെ കുറിച്ച് നിന്റെ ഉള്ളിൽ നിനക്കൊരു ബോധ്യം ഉണ്ടായിരിക്കണം. പ്രതിസന്ധികളുടെ നടുവിൽ യേശുവിന്റെ രക്തത്താൽ നീ നിറയപ്പെട്ട് യേശുവിന്റെ രക്തത്തെ നീ ആശ്രയിക്കുമ്പോൾ മന്ത്രവാദിക്ക് പോലും നിന്റെ മുമ്പിൽ നിൽക്കാൻ കഴിയത്തില്ല. യേശുവിന്റെ രക്തം പറയുമ്പോൾ മന്ത്രവാദിക്കും ദുർമന്ത്രവാദിക്കും പേടിയാ. മന്ത്രവാദികൾക്കും ദുർമന്ത്രം യേശുവിന്റെ രക്തം എന്ന് കേൾക്കുമ്പോഴത്തേനും ഭയമാണ്. കാരണം അവന്റെ മന്ത്രം ഭരിക്കത്തില്ല. സ്തോത്രം. അപ്പൊ ഇവിടെ യേശുവിന്റെ രക്തത്തെ കുറിച്ച് നീ സംസാരിക്കുമ്പോൾ മന്ത്രവാദികൾക്ക് പോലും എതിർത്ത് നിൽക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിന്റെ മേലൊരു ദൈവസാന്നിധ്യം വരും. മാത്രമല്ല, നീ നിൽക്കുന്ന സാഹചര്യത്തിൽ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യും. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ലൂക്കോസ് സുവിശേഷം 21 അധ്യായത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. സ്തോത്രം. ലൂക്കോസ് സുവിശേഷം 21:15 വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? നിങ്ങളുടെ എതിരികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർപ്പറയുവാനോ. വായിച്ചു നോക്കണം കേട്ടോ. ലൂക്കോസ് 21:15 ഇങ്ങനെ വായിച്ചു കേൾപ്പിക്കാം. അല്ലയ്യ, നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർപ്പറവാനോ കഴിയാത്ത വാക്കും ജ്ഞാനവും ഞാൻ നിങ്ങൾക്ക് തരും. അല്ലേലിയ. എന്നെ കേൾക്കുന്ന മാതാവി പിതാവിക സഹോദര സഹോദരി, അല്ലയ്യ, നിനക്ക് നേരെ എതിർത്ത് നിൽക്കുന്നവർ, അതാണ് പറയുന്നത്. അല്ലേലിയ, എന്താണ് നിങ്ങളുടെ എതിരാളികൾക്ക്, നിനക്ക് എതിരാളി ഉണ്ടെന്ന് ചിന്തിക്കണം. നിന്റെ എതിരാളിക്ക്, അല്ലേലിയ സ്തോത്രം, നിന്റെ എതിരാളികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർത്ത് പറയുവാനോ കഴിയാത്ത വാക്ക് ജ്ഞാനവും ദൈവം നിനക്ക് തരുമെന്നാണ്. നീ ഭയപ്പെടരുത്. നിന്റെ എതിരാളികളോട് നീ എന്ത് പറയണം എന്നോർത്ത് നീ ഭാരപ്പെടുകയാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനാലും ശക്തിയാലും നിറയപ്പെട്ടു കഴിഞ്ഞാൽ അവരോട് എന്തു പറയണം എന്നുള്ള സമയത്ത് ദൈവം നിന്റെ ആദരത്തിൽ തരും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു തന്റെ ശുശ്രൂഷ സമയത്ത്, യേശുവിന്റെ പരിശുദ്ധ സമയത്ത് യേശു ക്രിസ്തുവിന്റെ നേരെ ഒരുപാട് ആളുകൾ ചെറുത്തു നിന്നു, എതിർത്തു നിന്നു, യേശുവിനോട് മറുതലിച്ച ഒരുപാട് പേര്. അതുകൊണ്ട് അവിടെ നിങ്ങളുടെ എതിരാളികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർത്ത്, യേശുവിന്റെ എതിരാളികൾക്ക് ആർക്കും ചെറുപ്പാനോ എതിർത്ത് നിൽപ്പാനോ കഴിയാത്ത വിധത്തിൽ കർത്താവ് യേശുവിന് ദൈവികമായ ജ്ഞാനവും ഹല്ലേലൂയ കർത്താവ് നൽകുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ആ ദൈവികമായ ജ്ഞാനത്തിലേക്ക് വരണം. രക്തം ചെയ്യും.
ജീവിതം എന്നൊക്കെ പറയുമ്പോൾ സന്തോഷിക്കാനാണ് കേട്ടോ, അത് കരയുവാനല്ല. സ്തോത്രം. ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനാണ്. ജീവിതം സമാധാനമായിരിക്കണം. സമാധാനം യേശു തന്നെ പറഞ്ഞു, യോഹന്നാൻ സുവിശേഷം 14:27 യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തന്നിച്ചു പോകുന്നത് ലോകം തരുന്നത് പോലെയല്ല. അത് യേശുവിന്റെ സമാധാനം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാകണം. പ്രൈസ് ലോർഡ്. ഇതുപോലെ എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, നിന്റെ കണ്ണുതിരി കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്റെ ദുഃഖം കാണുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. ഒരുപക്ഷെ നിന്റെ ജീവിതം പരാജയമായിരിക്കാം, പക്ഷെ അത് കർത്താവ് വിജയത്തിൽ തരും. ഹല്ലേലൂയ. നിന്റെ അവസ്ഥകളെ ദൈവം മാറ്റാൻ ദൈവം ആഗ്രഹിക്കുക, നിന്റെ സ്ഥിതികളെ ദൈവം മാറ്റാൻ ആഗ്രഹിക്കുക. സ്തോത്രം. എവിടെയാണ് നീ പരാജയപ്പെട്ടത്? എന്തിനു ഓർത്താണ് നീ കരയുന്നത്? എന്തിനു ഓർത്താണ് നീ വിലപിക്കുന്നത്? കൈവിട്ടു പോയതൊന്നും നമുക്ക് മടക്കിക്കൊണ്ടുവരാൻ, കയ്യിൽ നിന്ന് പോയതൊന്നും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, പണ്ട് പഴമക്കാർ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, പറയുന്ന വാക്കും എറിയുന്ന കല്ലും തിരിച്ചു പിടിക്കാൻ പറ്റത്തില്ലെന്ന്. പറഞ്ഞു പോയ വാക്കുകളും എറിഞ്ഞു പോയ കല്ലിനെ തിരിച്ചു പിടിക്കാൻ പറ്റാത്തതുപോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല വീഴ്ചകളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സാഹചര്യങ്ങളെയൊക്കെ കണ്ടിട്ട് സ്തോത്രം, അതിൽ നീ അങ്ങ് മയങ്ങിപ്പോകാതെ, നിരാശപ്പെട്ടു പോകാതെ നീ ഉണരണം. പ്രൈസ്. എന്നെ കേൾക്കുന്ന മാതാവേ, നിന്റെ ഹൃദയം ഉണരണം. പ്രൈസലോ. നിന്റെ ഹൃദയമാണ് ഉണരേണ്ടത്. നമ്മൾ ആശ്ചര്യമായി രാവിലെ നമ്മുടെ കണ്ണു ചിമ്മി എഴുന്നേൽക്കുമ്പോൾ ഹല്ലേലൂയ നമുക്ക് സന്തോഷം, പക്ഷെ നമ്മൾ എഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ഹൃദയം കൊണ്ട് ഉണരണം. ഞാൻ നിങ്ങളോട് എല്ലാ ദിവസവും ഒരു ദിവസം പോലും തെറ്റാതെ 3 മണിക്ക് ഉണരുന്നവനാണ് ഞാൻ. ഇന്നാണ് 2:15 മണിക്ക് ഉണർന്നത്. അല്ലേ? ഞാൻ എഴുന്നേൽക്കും തൊട്ട് പ്രാർത്ഥന, ഞാൻ എഴുന്നേൽക്കുന്ന സമയം തൊട്ട് പ്രാർത്ഥനയിലേക്കും വചനധ്യാനത്തിലേക്കും അനവധി ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആ ശുശ്രൂഷയിലേക്ക് വരും. കണ്ണുനീരോടെ കിടക്കുന്നവരെ എനിക്കറിയാം, വേദനയോടെ കടന്നു പോകുന്നവരെ എനിക്കറിയാം. അവർക്ക് വേണ്ടി ഒരു നിമിഷമെങ്കിലും പ്രാർത്ഥിക്കുക എന്നുള്ളത് ദൈവം എന്നെ ഏൽപ്പിച്ച ദൗത്യമാണ്. പ്രൈസ് ലോർഡ്. സുഖലോലുപ ജീവിതമല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിന്റെ സുഖസന്തോഷം ആറാടി മതിച്ചു പുളച്ച് ജീവിക്കുവാനും അല്ല ദൈവം നമ്മെ ഇവിടെ ആക്കിയത്. നമ്മെ ആക്കിയത് ഹല്ലേലൂയ കഷ്ടതയുടെ തീച്ചുള്ളിൽ കടന്നു പോകുന്ന അനവധി ആളുകളുടെ വേദനയിൽ അവർക്ക് വേണ്ടി ഇടിവി നിൽപ്പാനാ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യേശുവിന്റെ പരിശുശ്രൂഷ 3.5 വർഷം എന്തായിരുന്നു? യേശു അല്ലെങ്കിൽ പട്ടുമെത്തിയിലും ഹല്ലേലൂയ പള്ളിമേടയിൽ ഇരുന്ന് ശുശ്രൂഷിക്കുകയല്ല ചെയ്തത്. ഹല്ലേലൂയ. യേശു ഹല്ലേലൂയ വലിയ ബംഗ്ലാവിലൊന്നും അല്ല യേശു. ഹല്ലേലൂയ കുടിലുകൾ തോറും തെരുപ്പൂണുകൾ തോറും കടൽപ്പുറത്തും ഒക്കെ മരുഭൂമിയിലൊക്കെ കർത്താവ് ശക്തമായ ദൈവവചനം പറയുക. തന്റെ അരികിൽ വന്നവരെ ആരും വെറുതെ വിട്ടില്ല. അത് ഇന്ന് പകരം നീ യേശുവിന്റെ അരികിലാണ് വന്നിരിക്കുന്നെങ്കിൽ നിന്നെ വെറുതെ വിടത്തില്ല, വെറും കൈയോടെ വിടത്തില്ല. പ്രൈസ്. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരം യേശു തരുമെന്ന്. നിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം യേശു പരിഹാരം. മനുഷ്യന് തീർത്താൽ തീർക്കാൻ കഴിയാത്ത, മനുഷ്യൻ പറഞ്ഞാൽ രമ്യതരാകാൻ കഴിയാത്ത ചില പ്രശ്നങ്ങളെ ദൈവം നീക്കിത്തരും. ഹല്ലേലൂയ. നിയമത്തിന്റെ മുമ്പിൽ പോലും വിധേയപ്പെടാത്ത, നിയമത്തിന്റെ മുമ്പിൽ പോലും കീഴ്പ്പെടാതെ നിൽക്കുന്ന ചില വില്ലന്മാര്, ചില വീരശൂര പരാക്രമികളായി നിൽക്കുന്ന അവർ നിനക്കെതിരെ അമ്പും വില്ലുമായിട്ട് നിന്നാലും ഹല്ലേലൂയ അതിനെയൊക്കെ ഉടയ്ക്കുവാൻ കർത്താവിന് കഴിയുമെന്നേ. പ്രൈസ് ലോർഡ്. നീ യേശുവിൽ വിശ്വസിക്കുക. നിനക്കൊരു സന്തോഷത്തിന്റെ ദിവസമുണ്ട്, നിനക്കൊരു ആനന്ദത്തിന്റെ ദിവസമുണ്ട്. അല്ലേ? യേശു നിന്നെ കാണാൻ ആഗ്രഹിക്കും. നീ യേശുവിനെ കാണാൻ ആഗ്രഹിച്ചാൽ യേശു നിന്നെ കാണാൻ വരും. പ്രൈസ് ലോർഡ്. നീ യേശുവിനെ കാണാനെങ്കിലും അന്വേഷിച്ചു പോകണ്ട. മനുഷ്യൻ മുഴുവൻ യേശുവിനെ കാണാൻ അന്വേഷിച്ചു പോവുക. പക്ഷെ കർത്താവ് പറയുന്നത്, നീ എന്നെ കാണാൻ അന്വേഷിച്ചു പോകണ്ട, ഞാൻ നിന്നെ തേടിയെത്തുമെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 19-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞത്, കാണാതെ പോയിനെ തിരഞ്ഞു രക്ഷിപ്പാനല്ലോ മനുഷ്യപുത്രൻ വന്നത്. സക്കായിയുടെ ബന്ധത്തിൽ കാണാൻ കഴിയും. സക്കായി യേശുവിനെ കാണാൻ കാട്ടത്തിന്റെ മേൽ കയറി. യേശു കാട്ടത്തിന്റെ ചൂട്ടിൽ വന്നു കഴിഞ്ഞപ്പം യേശു മോളോട്ട് നോക്കി, സക്കായി ഇറങ്ങി വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. സക്കായി ഒരു ഏറ്റുപറച്ചിലൊക്കെ നടത്തുന്നുണ്ട്, ഒരു അനുതാപമൊക്കെ നടത്തുന്നുണ്ട്. താൻ മുമ്പേ ചുങ്കം പിരിവാനായത്, താൻ ചുങ്കം പിരിച്ചതിനകത്ത് എന്തെങ്കിലും പാളിച്ചുകളോ തെറ്റുകളോ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ നമ്മുടെ കർത്താവിന്റെ ഏറ്റു പറഞ്ഞിട്ട് പറഞ്ഞു,
ഞാൻ മേടിക്കുന്ന എല്ലാം പ്രധാനം കൊടുക്കുന്നു, അതിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു പറഞ്ഞു, ഇവൻ അബ്രഹാമിന്റെ മകനാ, ഇവൻ അബ്രഹാമിന്റെ മകനാ. ഇന്ന് ഈ വീടിന്റെ രക്ഷ വന്നു. അതേ സഹോദരി, അതേ സഹോദരൻ, നീ അബ്രഹാമിന്റെ മകളാണ്. ഈ വചനം കേൾക്കുന്ന മാത്രം ഇതിന്റെ കുടുംബത്തിൽ രക്ഷ വന്നു. കാണാതെ പോയതായിരുന്നു നീ. അവൻ തിരഞ്ഞു കണ്ടെത്തി. സക്കായിയോട് പറഞ്ഞു, നീ കാണാതെ പോയി, നീ കണ്ടു കിട്ടി. അതെ, ദൈവം നമ്മെ തിരഞ്ഞ് ഇങ്ങോട്ട് വരുന്നതിന് നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ച് പോകണ്ട. നമ്മൾ അന്വേഷിച്ച് എവിടെ വരെ പോകും? മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് പോക്ക് തുടങ്ങിയിട്ട് ഈ ലോകമുണ്ടായ കാലം തൊട്ട് മനുഷ്യൻ ദൈവത്തെ അന്വേഷിച്ച് നടക്കുക. ഇന്ന് വരെ ദൈവത്തെ കണ്ടുമുട്ടാൻ പറ്റിയിട്ടില്ല. അല്ലേ, എവിടെ ചെന്ന് കണ്ടെത്തും? നിങ്ങൾക്ക് ഒരുപക്ഷെ ദൈവത്തെ അന്വേഷിച്ച് ലോകം മുഴുവൻ യാത്ര ചെയ്യാൻ പറ്റും. ലോകം മുഴുവൻ നിങ്ങൾ യാത്ര ചെയ്താൽ യേശുവിനെ കണ്ടുമുട്ടാൻ പറ്റുമോ? ഒരിക്കലും കണ്ടുമുട്ടാൻ പറ്റത്തില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് വസിക്കുന്നവനല്ല യേശു. ഒരു കെട്ടിടത്തിൽ വസിക്കുന്നവനല്ല യേശു. ഒരു ഭാഗത്ത് എവിടെയെങ്കിലും ഒതുങ്ങി കഴിയുന്നവനല്ല യേശു. അവൻ സർവ്വവ്യാപിയാണ്, അവൻ സർവ്വജ്ഞാനിയാണ്, അവൻ അൽഫയാണ്, ഒമേഗയാണ്, അവൻ ആദ്യനും അന്ത്യനുമാണ്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനാണ്. ആരും കാണാത്തവൻ, ആർക്കും കാണാൻ കഴിയാത്ത രാജാതി രാജാവാണ്, കർത്താതി കർത്താവാണ്. അവൻ നിന്നെ തേടി വരും. അല്ലേ? അതുകൊണ്ട് നമ്മൾ യേശുവിനെ തേടി പോകണ്ട. അവൻ നിന്നെ തേടി വരും. നിന്റെ ഭവനത്തിനകത്ത് വരും, നിന്റെ അരികിൽ വരും. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവൻ നിന്നെ ആശ്വസിപ്പിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66:13. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ അവൻ നിന്നെ ആശ്വസിപ്പിക്കുമെന്ന്. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര, യേശു നിന്റെ അരികിലും മകനെ, കർത്താവ് നമ്മളെ മകനെ എന്ന മകളെ എന്നൊക്കെ വിളിക്കുന്നത്. എടാ പോടാന്നൊന്നുമില്ല കേട്ടോ. നമ്മൾ എടാ പോടാ വാടി പോടി എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമ്മുടെ കർത്താവ് വിളിക്കുന്നില്ല, മകനെ, മകളെ. കർത്താവ് നിന്റെ കാതുകളിൽ ആ ഇമ്പസ്വരം, യേശുവിന്റെ ഇമ്പസ്വരം, മകളെ, മകനെ. ഒരമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും. നിന്റെ കണ്ണുനീരവൻ തുടയ്ക്കും. രോഗമല്ല തുടയ്ക്കും, നിന്റെ കണ്ണുനീരീശു തുടയ്ക്കും. മാർത്തയോടും മറിയോടും ചേർന്ന് കണ്ണുനീർ തൂക്കിയവൻ നിന്റെ കണ്ണുനീര് കണ്ട് അവൻ നിന്നോടൊപ്പം ചേരുന്നവനാ. അതെ, ഇന്ന് പകൽ യേശുവിനെ നിന്റെ ഹൃദയം ഒന്ന് കൊടുക്കാമോ? യേശുവിനെ നിന്നെ അത് വിട്ടുകൊടുക്കാമോ? ലേവിയ മോശയുടെ മരണശേഷം ഇസ്രായേലത്തെ വാഗ്ദത്ത കാനാനിലേക്ക് കൊണ്ടുപോകണം. കുറെ പങ്കപ്പാടുകളുണ്ട്. ഒന്ന് യോർദാൻ കടക്കണം, യെരിഹോ മതിൽ കടക്കണം, ഹായിയെ കടക്കണം. ആമി വാഗ്ദത്ത കാനാൻ 7 ജാതികളെ നീക്കിക്കളയണം. പക്ഷേ യോശുവയുടെ ദൈവം എന്താണ് പറഞ്ഞത്? നിന്റെ ജീവകാലത്ത് ഒരിക്കലും ഒരു മനുഷ്യനും നിന്റെ നേരെ നിൽക്കുകയില്ല. ഞാൻ മോശയോട് കൂടെ ഇരുന്നത് പോലെ നിന്നോട് കൂടെ ഇരിക്കും. ഞാൻ നിന്നെ കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയില്ലെന്ന യോശുവയുടെ പുസ്തകം 1-5 അതെ, മോശയോട് കൂടെ ഇരുന്ന ദൈവം നിന്നോട് കൂടെ ഇരിക്കും. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ നിന്റെ നേരെ നിൽക്കുകയില്ല. നിന്റെ സഹോദരൻ നിനക്കെതിരെ നിന്നാലും, സഹോദരി നിനക്കെതിരെ നിന്നാലും, നിന്റെ ബന്ധു വീട്ടുകാർ നിനക്കെതിരെ നിന്നാലും, നിന്റെ സന്തത സഹചാരികൾ നിനക്കെതിരെ നിന്നാലും, അല്ലെങ്കിൽ അവർക്ക് നിന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. മോശയോട് കൂടെ ദൈവത്തിനോട് കൂടി ഇരിക്കും. നിന്നെ കർത്താവ് കൈവിടുകയിൽ ഉപേക്ഷിക്കുന്നില്ല. കണ്ണുകൾ അടച്ചാട്ട് ഇന്ന് പകൽ ദൈവം നിന്റെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. നിന്റെ നിരാശയ്ക്ക് മറുപടിയുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രാർത്ഥിക്കുവാനോ പ്രാർത്ഥന വിഷയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഈ ശുശ്രൂഷയോടൊപ്പം തന്നെ ഫോൺ നമ്പർ ചേർക്കാറുണ്ട്. നിങ്ങൾക്ക് എന്നെ വിളിക്കാം. ഏത് സമയത്തും, രാവെന്നോ പകലെന്നോ നിങ്ങൾ ചിന്തിക്കേണ്ട, ഏത് സമയത്തും വിളിക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ വല്ല ശുശ്രൂഷയിലോ വല്ല യാത്രയിലോ ഫോൺ കേൾക്കാതെ വന്നെങ്കിൽ മാത്രമേ ഞാൻ നിങ്ങളുടെ ഫോൺ എടുക്കാതിരിക്കത്തുള്ളൂ. ഞാനത് കഴിയുമ്പോൾ നിങ്ങൾ നമ്പർ കണ്ട് നിങ്ങളെ വിളിക്കും. നിങ്ങൾ കലങ്ങി പോകരുത്, നിരാശപ്പെട്ടു പോകരുത്. ദൈവം നിന്നെ സ്നേഹിക്കുന്നു. കണ്ണുകൾ അടച്ചാട്ട്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ട് ശൈശവത്തിൽ ബാല്യത്തിൽ കൗമാരി യുവനത്തിൽ വാർത്തതിനാൽ വൃത്തരാശന ആദ്യ റോഡിന്റെ ചോടലും തടവറയിലായിരിക്കുന്ന ജീവിത നിരാശയും ദുഃഖത്തിലും സങ്കടത്തിൽ കണ്ണുനീരിലും ജീവിതത്തിൽ വളരെ ഭാരത്തോട് കടന്നു പോകുന്ന ജീവിതം ഒറ്റപ്പെട്ടു പോയി, നിരാശപ്പെട്ടു പോയി, സങ്കടപ്പെട്ടു പോയി, എല്ലാവരും എന്നെ കൈവിട്ടു. ആരും എനിക്കൊരു ആശ്രയമില്ല, ആശ്വാസമില്ല. എന്തിനാണ് ജീവിക്കുന്നത്? എന്തിനാണ് ജീവിച്ചത്? ഇനി എങ്ങനെ മുമ്പോട്ട് പോകും? എങ്ങനെ കുടുംബം പോറ്റും? എങ്ങനെ മക്കളെ പോറ്റും? എന്താണ് ചെയ്യുക എന്നൊരു വഴിയുമില്ലാതെ ഭാരപ്പെട്ടിരിക്കുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവർക്കൊരു അമ്മയെ ആശ്വസിപ്പിക്കുവാൻ ആശ്വാസം കൊടുത്തവരെ സഹായിക്കണമേ. കേരളത്തിൽ ഭാരത ലോക രാജ്യമുള്ള 800 കോടിയിലധികം ജനത്തിനായി വിദേശ രാജ്യത്ത് കഷ്ട സഹിക്കുന്നവരുണ്ട്. കഷ്ടതയിൽ കടന്നു ദൈവമക്കൾ, ദാസന്മാരുണ്ട്. നൊമ്പരത്തിന്റെ നടുവിലായിരിക്കുന്ന സകല ജനത്തെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഒരു വിടുതൽ കൊടുക്കണം കർത്താവേ, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. പ്രൈസ് ദി ലോർഡ്.